ഡൽഹിയിൽ അതിവേഗ നീക്കവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ വ്യക്തമാക്കിയതായി സുരേഷ് ഗോപി പറഞ്ഞു. ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അധികമായി 120 കോടി രൂപ നൽകിയതാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നേരത്തെ ആശാ വർക്കർമാരുടെ സമരപന്തൽ സന്ദർശിച്ച സുരേഷ് ഗോപി സമരക്കാർക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. ആശാ വർക്കർമാരുടെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും അറിയിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന തലത്തിലേക്ക് ഈ സമരത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ അവസരമൊരുക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ നടത്തുന്നത്. തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്ന സുരേഷ് ഗോപി സമരവേദിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് സൂചന. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സുരേഷ് ഗോപി ജെ.പി. നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയിൽ ആശാ വർക്കർമാരുടെ സമരവും ഇവരുടെ പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാന സർക്കാരാണ് പ്രശ്നപരിഹാരം കാണേണ്ടതെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കേരളത്തിന് അധികമായി 120 കോടി നൽകിയതാണെന്നും കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നമുണ്ടായാലും അതും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെയും CPM നേതാക്കളുടെയും പ്രതികരണം. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ആശാ വർക്കർമാർ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. അതേസമയം കേരളം ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടവരാണ് ആശാ വർക്കർമാരെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതിലെന്താണ് തെറ്റുള്ളത്? ഞങ്ങൾ അതിലൊരു അശ്ലീലവും കാണുന്നില്ല. സുരേഷ് ഗോപി കുട കൊടുത്താൽ മാത്രമല്ല, മുത്തം കൊടുത്താലും തെറ്റില്ല എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഗോപിനാഥ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സമരനായകൻ സുരേഷ് ഗോപി സമരകേന്ദ്രത്തിൽ എത്തുന്നു, എല്ലാവർക്കും കുട കൊടുക്കുന്നു. ഇനി ഉമ്മയും കൂടി കൊടുത്തോ എന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 2 പേർ പരാതിപ്പെട്ടതോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കുട കൊടുക്കുകയാണ് കേന്ദ്രമന്ത്രി. കുട കൊടുക്കുന്നതിന് പകരം ഈ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുത്തു നീങ്ങേണ്ടതാണ്. ആ ഓഫറുമായിട്ട് വേണ്ടേ ആ സമരപന്തലിൽ വരാൻ എന്നായിരുന്നു ഗോപിനാഥൻ പറഞ്ഞത്.